ഇപ്പോൾ തൃശ്ശൂരിലേക്ക് പോവുകയാണ്. തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയാണ് കോൺഗ്രസ്. 1 ലക്ഷം പേരെ അണിനിരത്തിയുള്ള മഹാജനസഭയ്ക്ക് തുടക്കമാകുന്നു. തെക്കിൻകാട് മൈതാനിയിൽ ജനസാഗരമാണ്. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അൽ-അമീൻ ചേരുന്ന വിവരങ്ങളുമായി. അൽ-അമീൻ, BJP തെരഞ്ഞെടുപ്പ് കാലത്തിൽ നിറയുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർക്ക് ഒരു ഊർജം നൽകുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. എത്രത്തോളം ജനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്? മല്ലികാർജ്ജുൻ ഖർഗെ എപ്പോഴെത്തും? പരിപാടി തുടങ്ങിയോ? വിനിത, സംസ്ഥാന കോൺഗ്രസിന് രാഷ്ട്രീയമായും സംഘടനാപരമായും ഒരു ഉണർവ് സമ്മാനിക്കുക, ആ ഉണർവിന്റെ പിൻബലത്തോടുകൂടി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് സജീവമാവുക, ചുവടുറപ്പിക്കുക, അങ്ങനെ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്യുക, ഇതാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടിയാണ് സംസ്ഥാന കോൺഗ്രസിലെ പ്രാദേശിക തലത്തിലെ നേതൃതലം മുതൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ വരെ രംഗത്തിറക്കിക്കൊണ്ട് മഹാജനസഭ എന്ന പേരിൽ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ഇക്കാലത്ത് ജനസാഗരത്തെ രംഗത്തിറക്കിക്കൊണ്ടുള്ള ഒരു പൊതുസമ്മേളനത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട അവരുടെ അതിഥി, ഇവരെല്ലാം കാത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെക്ക് വേണ്ടിയാണ്. അല്പസമയത്തിനകം അദ്ദേഹം ഈ വേദിയിലേക്ക് എത്തും, പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റുമാർ മുതൽ KPCCയുടെ ഭാരവാഹികൾ വരെ, ജനപ്രതിനിധികൾ വരെ, സംസ്ഥാനത്തു നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി, AICC വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള നേതൃനിര, അങ്ങനെ ഏതാണ്ട് 75,000-ലേറെ നേതാക്കൾ സംസ്ഥാന കോൺഗ്രസിൽ ഓരോ ഘടകത്തിലുമുണ്ട്. അവരെ എല്ലാവരെയും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം. അതിനപ്പുറത്തേക്ക് പ്രവർത്തകരുടെ വലിയൊരു നിരയും പുറത്തുണ്ട്. അങ്ങനെ ഏതാണ്ട് 1 ലക്ഷത്തോളം പ്രവർത്തകർ ഈ തെക്കിൻകാട് മൈതാനിയിൽ സമ്മേളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. ഇപ്പോൾ ഓരോ നേതാക്കളായി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. ആദ്യമായി രമ്യ ഹരിദാസ് ആണ്. പാട്ടപ്പാടി പ്രവർത്തകരെ കയ്യിലെടുത്ത് പ്രവർത്തകരിൽ ആവേശം വിതറിയും രമ്യ ഹരിദാസ് പ്രസംഗം തുടരുകയാണ്. അല്പസമയത്തിനകം ആ ആവേശത്തിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുകയും ചെയ്യും. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഓരോ സംസ്ഥാനങ്ങളിലും മല്ലികാർജ്ജുൻ ഖർഗെ സന്ദർശനം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കേരളത്തിലും വരുന്നത്. കേരളത്തിന്റെ വേദി പക്ഷേ സംസ്ഥാന നേതൃത്വം തിരഞ്ഞെടുത്തത് വളരെ ശ്രദ്ധാപൂർവമാണ്. തൃശ്ശൂരിലെ ഈ വേദി തിരഞ്ഞെടുത്തത് ഒട്ടും യാദൃച്ഛികമല്ല. കാരണം വലിയ തരത്തിലൊരു പോരാട്ടം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നിൽ കാണുന്നുണ്ട്. അത് BJPയുടെ ഭാഗത്തു നിന്നും വലിയൊരു മത്സരം. അത് ഒരു പക്ഷേ BJP വിജയിച്ചില്ലെങ്കിൽ കൂടി കോൺഗ്രസിന്റെ ജയസാധ്യതകളെ സ്വാധീനിക്കും വിധം, അതിന് തടയിടും വിധം പല മണ്ഡലങ്ങളിലും ഒരു പക്ഷേ അവർ മുന്നേറിയേക്കും എന്നുള്ള സർവേ റിപ്പോർട്ടുകൾ, കോൺഗ്രസിന്റെ തന്നെ സർവേ റിപ്പോർട്ടുകളുണ്ട്. തൃശ്ശൂരും ആ ഗണത്തിൽപ്പെടുത്തുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയാണ് BJP ഇവിടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇറക്കിയും പ്രചരണരംഗം കൊഴുപ്പിക്കുന്ന ഒരു കാഴ്ച ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. അതേ മണ്ണിൽ നിന്ന് കോൺഗ്രസും തുടങ്ങുന്നു എന്നുള്ളതാണ്. അങ്ങനെ തൃശ്ശൂർ എന്ന് മാത്രമല്ല, കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലങ്ങളും BJPക്ക് എന്നല്ല, CPM-നല്ല, ആർക്കും വിട്ടുകൊടുക്കില്ല. അതെല്ലാം കോൺഗ്രസിന്റെ കോട്ടകളാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്നത്തെ ഈ മഹാജനസഭ തീരുമാനിച്ചിട്ടുള്ളത്. ഈ മഹാജനസഭയെ അഭിസംബോധന ചെയ്ത മല്ലികാർജ്ജുൻ ഖർഗെ പിരിഞ്ഞു കഴിഞ്ഞാൽ 9-ാം തീയതി KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ചേർന്ന് നടത്തുന്ന സമരാഗ്നി അത് കാസർഗോഡ് നിന്ന് തുടരുകയാണ്. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് കോൺഗ്രസ് പതിയെ നടന്നെടുക്കുന്നു. പ്രവർത്തകരിൽ പൂർണ്ണമായും ആവേശം വിതറുക, പാർട്ടിയെയും പ്രവർത്തകരെയും സംഘടനാപരമായും രാഷ്ട്രീയമായും വളരെ നേരത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തുറന്നു പറഞ്ഞ VM സുധീരനെ ഉൾപ്പെടെയുള്ളവരെ വേദിയിൽ എത്തിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്ന സന്ദേശം കൂടിയാണ് നൽകുന്നതല്ലേ? അതുതന്നെയാണ്. കാരണം മണ്ഡലം പുനഃസംഘടന ഉൾപ്പെടെ പാർട്ടി സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിലുള്ള ഭിന്നതകൾ നേതൃതലത്തിലുണ്ടായിരുന്നു, പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു, ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് യോഗങ്ങൾ ഉണ്ടായിരുന്നു. ആ നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കോൺഗ്രസിനെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് നേതൃത്വത്തിന് ഒന്നടങ്കം ബോധ്യമുണ്ട്. അതുകൊണ്ട് അത്തരം ഭിന്നതകൾ, അത്തരം അല്ലലുകളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഒറ്റ നൂലിൽ കോർത്ത ഒരു മുത്തുമണികളെ പോലെ നേതൃത്വത്തെ പ്രവർത്തകരെ ഒരുമിപ്പിക്കുക എന്നുള്ള ഒരു ഭാരിച്ച ബാധ്യതയും ദൗത്യവും കൂടി നേതാക്കൾക്കുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി നേതൃത്വവുമായും പരസ്യമായി ഇടഞ്ഞു നിൽക്കുന്ന VM സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ വേദിയുടെ മുൻനിരയിലേക്ക് എത്തിക്കാൻ നേതൃത്വത്തിനായിട്ടുണ്ട്. അവരൊക്കെ